ഹായ് എവ്രി വൺ, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എന്നീ ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതെല്ലാം തന്നെ പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറിയുടെ ഭാഗമാണ്. അതായത് ഒരു എംപ്ലോയിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം കൊടുക്കുന്ന ബെനിഫിറ്റിൽ പെടുന്ന ഐറ്റംസാണ് ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്ര. ആ ഒരു കൂട്ടത്തിൽ പെടുന്ന മറ്റൊരു ഐറ്റമാണ് ലീവ് എൻകാഷ്മെൻറ്റ് അല്ലെങ്കിൽ ലീവ് സാലറി എന്ന് പറയുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10A ഇൻകം ടാക്സ് ആക്ടിലാണ് നമ്മൾ ലീവ് സാലറിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ എംപ്ലോയീസിനും എംപ്ലോയർ ഒരു വർഷത്തിൽ ഇത്ര ലീവ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 30 days ആണെന്ന് വിചാരിക്കുക. ചില കേസിൽ നമ്മൾ ആ 30 days നമ്മൾ ആ ലീവ് എടുത്തിട്ടുണ്ടാവില്ല. ബാക്കി വരുന്ന ആ അവൈലബിൾ ആയിട്ടുള്ള ലീവ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻകാഷ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ ലീവ് സാലറി എന്ന് പറയുന്നത്. കിട്ടുന്ന ലീവ് എൻകാഷ്മെൻറ്റ് നമുക്ക് സർവീസിൽ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതുവരെ ആ പീരീഡിൽ എടുക്കാത്ത ലീവ് എൻകാഷ് ചെയ്യാം. അല്ലെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നമുക്ക് ഒരുമിച്ച് അതുവരെ ആളുടെ സർവീസ് പീരീഡിൽ ഇതുവരെ എൻകാഷ് ചെയ്യാത്ത എല്ലാ ലീവുകളും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എൻകാഷ് ചെയ്യാം. നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സർവീസിൽ ഇരിക്കുമ്പോൾ, അതായത് ഡ്യൂറിങ് ദ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയി ലീവ് എൻകാഷ് ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ് എംപ്ലോയിക്ക് ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് ആണെങ്കിലും ഫുള്ളി ടാക്സബിൾ ആണ്. നമുക്കതിന് ഒരു രീതിയിലുള്ള എക്സംഷൻസും കിഴിവും നമുക്ക് കിട്ടില്ല. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് അതൊരു പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറിയുടെ ഭാഗമാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സംഷനുള്ള റൈറ്റ്സ് ഉള്ളൂ. ഗവൺമെൻറ് എംപ്ലോയീസിനും നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനും എങ്ങനെയാണ് ലീവ് എൻകാഷ്മെൻറ്റ് വരുമ്പോൾ ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ ഫുള്ളി എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആയിരിക്കും ലീവ് എൻകാഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ നമുക്ക് ഒരു 4 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനിൽ വരുന്ന കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന എമൗണ്ടിൽ ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. സർവീസിൽ ഇരിക്കുമ്പോൾ ലീവ് എൻകാഷ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിനും നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനും ഒരുപോലെ ടാക്സബിൾ ആണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് എൻകാഷ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് എക്സെംപ്റ്റഡും നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് 4 കണ്ടീഷൻസിലെ ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എക്സംഷൻ കിട്ടുക. ലിസ്റ്റ് ഓഫ് ദ 4 കണ്ടീഷൻസിൽ വരുന്നത്, ഒന്നാമത് വരുന്നത് നമുക്കറിയാം ആക്ച്വൽ ലീവ് എൻകാഷ്ഡ് ആണ്. അതായത് ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കാം, ആ വ്യക്തി ഓൾറെഡി കുറച്ച് ലീവ് എൻകാഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വൽ എൻകാഷ്മെൻറ്റ് എമൗണ്ട്. പിന്നെ വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റാണ് 3 lakh എന്ന് പറയുന്നത്. അടുത്തൊരു കണ്ടീഷൻ 10 months സാലറി ആണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ക്യാഷ് ഈക്വലൻ്റ് ഓഫ് അൺയൂട്ടിലൈസ്ഡ് പെയ്ഡ് ലീവ്സ്. അങ്ങനെ 4 കണ്ടീഷൻസ് ഉണ്ട്. ഇതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. 4 കണ്ടീഷൻസ് ഓർത്തിരിക്കുക. 3 lakh സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, 10 months ആവറേജ് സാലറി, അതുപോലെ തന്നെ ക്യാഷ് ഈക്വലൻ്റ് ഓഫ് ലീവ് ഡ്യൂ അറ്റ് ദ റേറ്റ് ഓഫ് ആവറേജ് സാലറി. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. മുൻപ് ഇവിടെ നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി പ്ലസ് DA ആസ് എ പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്മീഷൻ ആസ് എ സെർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആണ് നമ്മൾ HRAക്ക് എടുക്കുന്ന. അതുപോലെ തന്നെയാണ് ഇതിനകത്ത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റുവിറ്റിയുടെ കേസിൽ കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ടിനും ഈ സെയിം സാലറി തന്നെയാണ് എടുക്കുക. ഓക്കെ, പ്രോബ്ലം നോക്കാം. മിസ്റ്റർ പ്രദീപ് റിട്ടയർഡ് ഫ്രം ദ സർവീസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഓൺ 1st January 2020. അറിയാം, ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അതായത് നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ് പ്രദീപ്. ആൾ റിട്ടയർ ചെയ്യുന്ന ഡേറ്റും തന്നിട്ടുണ്ട്, 25 വർഷത്തെ സർവീസിന് ശേഷം. ആവറേജ് സാലറി ഡ്യൂറിങ് 10 months പ്രിസീഡിങ് ദ റിട്ടയർമെൻറ്റ് തന്നിട്ടുണ്ട്. അതായത് റിട്ടയർ ആവുന്ന ഡേറ്റ് തൊട്ട് 10 മാസത്തെ ആവറേജ് സാലറിയാണ് 19,500. അപ്പോൾ നമുക്കറിയാം ഒരു കണ്ടീഷനാണ് നമുക്ക് ഏതെന്ന് പറയുന്നത്, ആവറേജ് സാലറി ഓഫ് 10 months പ്രിസീഡിങ് ദ റിട്ടയർമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആൾ 25 വർഷമാണ് സർവീസ് ചെയ്തതെന്ന് പറഞ്ഞു. അതിൽ മന്ത്സ് ഏൺഡ് ലീവ് ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് 8 മാസത്തെ ലീവ് ആൾക്ക് എൻകാഷ് ചെയ്യാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം.
ഓൾറെഡി ആൾ എൻക്യാഷ് ചെയ്തത് 1,58,600 ആണ് എൻക്യാഷ് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി 2020. ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വൽ ടാക്സബിൾ എമൗണ്ടിൽ നിന്ന് എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഈ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് ടാക്സബിൾ എമൗണ്ട് നമുക്ക് കിട്ടുക. അപ്പോൾ എക്സെംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 4 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, ആവറേജ് 10 months സാലറിയാണ്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി മാസത്തെ ആവറേജ് എന്ന് പറയുന്നത് ഒരു മാസത്തെ സാലറി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കറിയാം 10 months കാണാനായിട്ട് ഇപ്പോൾ ഉള്ള ആ സാലറിയുടെ ഇൻറ്റു 10 കാണണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ആ 10 months ആവറേജ് സാലറി കാണുമ്പോൾ നമുക്ക് ഒരു മാസത്തെ കിട്ടും. ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് ആ 10 months പ്രിസീഡിങ് 10 yearsൻ്റെ ആവറേജ് 10 months സാലറി നമുക്ക് കിട്ടും. 19,500 ഇൻറ്റു 10 1,95,000 കിട്ടി. നെക്സ്റ്റ് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ആവറേജ് സാലറി ഓൺ എമൗണ്ട് വേർ ഏൺഡ് ലീവ് നോട്ട് എൻക്യാഷ്ഡ്. നോട്ട് എൻക്യാഷ്ഡ് എന്ന് പറയുന്നത് 8 മാസമാണ് പറയുന്നത്. അപ്പം 19,500 ഇൻറ്റു 8 ഈക്വൽ ടു 1,56,000 നമുക്ക് കിട്ടി. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റാണ് അടുത്ത കണ്ടീഷൻ. അത് 3 lakh ആണ് എമൗണ്ട്. പിന്നെ ആക്ച്വൽ എൻക്യാഷ്ഡ് ലീവ് എടുത്തിട്ടുള്ള എമൗണ്ട് 1,58,600 എന്നും തന്നിട്ടുണ്ട്. ഈ 4 എമൗണ്ടിലും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എടുക്കുമ്പോൾ 1,56,000 ആണ്. അപ്പോൾ ആക്ച്വൽ എൻക്യാഷ്ഡ് എമൗണ്ട് 1,58,600 നിന്ന് ഈ ലീസ്റ്റ് എമൗണ്ട് 1,56,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ടാക്സബിൾ ലീവ് സാലറി എമൗണ്ട് കിട്ടും 2,600. അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഈ കാൽക്കുലേഷൻസ്, ഈ 10 months ആവറേജ് സാലറി, പ്രിസീഡിങ്, റിട്ടയർമെൻറ്റ് ഡേറ്റ്, അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഒരു വ്യക്തി മിസ്റ്റർ ദാസ് എംപ്ലോയിഡ് ഇൻ എ കമ്പനി ഇൻ ഡൽഹി എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് ആ വ്യക്തി പ്രൈവറ്റ് എംപ്ലോയി ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ റിട്ടയർ ചെയ്യുന്നത് 25 yearsൻ്റെ സർവീസസിന് ശേഷമാണെന്നുള്ളൊരു ക്ലൂ ഉണ്ട്. ഓഗസ്റ്റ് 2019 തൊട്ടിട്ട് ആളുടെ ആ പേ സ്കെയിലിൽ ഒരു റിവിഷൻ നടന്നു എന്ന് പറയുന്നുണ്ട്. 15,000 പിന്നെ അതിൽ 300 ആഡ് ആവും, 15,300, 20,000 അങ്ങനെ ഒരു സ്കെയിലാണ് അതിനകത്ത് വരുന്നത്. DA പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് 30% ആണ് ബേസിക് സാലറിയുടെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ 1 month ബേസിക് സാലറി നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ 30% ആണ് DA കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 1 month ബേസിക് സാലറി കണ്ടുപിടിക്കുമ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ റിവിഷൻ വരുമ്പോൾ ആ 10 മാസത്തെ ആവറേജ് സാലറി നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്ന് ഒരു മാസത്തെ ബേസിക് സാലറി കണ്ടുപിടിക്കണം. അതിൻ്റെ 30% ആണ് DA വരിക. ഞാനിവിടെ ഏൺഡ് ലീവ് ഓൾറെഡി എൻക്യാഷ് ചെയ്തിട്ടുള്ളത് 17 മാസമാണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം 25 വർഷമാണ് അയാൾ സർവീസ് ചെയ്തിട്ടുള്ളത്. 17 മാസത്തെ ഓൾറെഡി എൻക്യാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി മാസം 25 മൈനസ് 17 8 monthsൻ്റെ ആൾക്ക് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ആക്ച്വൽ എൻക്യാഷ്മെൻറ്റ് എമൗണ്ട് 1,85,000 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആക്ച്വൽ എൻക്യാഷ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സെംപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ ടാക്സബിൾ ലീവ് സാലറി നമുക്ക് കിട്ടുക. പറയുന്ന കാര്യത്തിൽ നിന്ന് 1st February ആണ് റിട്ടയർ ആവുന്നത്. റിവൈസ് പേ സ്കെയിൽ ഓൺ 1st August ആണെന്ന് നമുക്ക് മനസ്സിലായി. അറിയാം നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ഇൻകം ഏൺ ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് ഒരു 1st April തൊട്ട് 31st March വരെയാണ് അല്ലേ. ഓഗസ്റ്റിനാണ് സാലറി റിവൈസ് ചെയ്യുന്നത്. മാർച്ച് വരെയുള്ള 1st August എന്ന് പറയുമ്പോൾ 31st കണ്ടുപിടിക്കുക. ജൂലൈ 1st April തൊട്ട് നമ്മൾ പറയുന്ന August 1st സാലറി റിവൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതുവരെ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് എൻഡ് വരെയല്ല വരെ, അതായത് ജൂലൈ 31st വരെ ഒരു സാലറി ആയിരിക്കും. പിന്നെ 1st August തൊട്ട് അന്നാണ് റിവൈസ് ചെയ്യണത് അല്ലേ. അപ്പോൾ 1st August തൊട്ടിട്ട് പിന്നെ ബാക്കിയുള്ള മാസം എന്തായിരിക്കും? മറ്റൊരു സാലറി ആയിരിക്കും. അതായത് ഒരു 300 അഡീഷൻ അതിനകത്ത് വരുന്നുണ്ട്. 1st April തൊട്ടിട്ട് 31st July വരെ 15,000 ആണ് സാലറി. ഇപ്പോൾ 15,000 ഇൻറ്റു ആ 4 months മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60,000 കിട്ടും. 10 മാസത്തെ റിട്ടയർമെൻറ്റ് ഡേറ്റ് തൊട്ടിട്ടുള്ള സാലറിയാണ് കാണുന്നത്. അപ്പോൾ 4 മാസം 15,000 ഇൻറ്റു 4 ആണെങ്കിൽ ബാക്കി മാസങ്ങൾ എന്ന് പറയുന്നത് 6 മാസമാണ് അല്ലേ.
ഓഗസ്റ്റ് 1 തൊട്ട് ബാക്കി 6 മാസം എന്ന് പറയുന്നത് 300 രൂപ അഡീഷൻ ഉണ്ട്. പേ സ്കെയിൽ 15,300 ആണ്. അപ്പോൾ ഈ 15,000ൻ്റെ കൂടെ 300 കൂടും. അപ്പോൾ 15,300 ഇൻറ്റു 6 ആയിരിക്കും ബാക്കി 6 മാസത്തെ സാലറി. ഈ കണ്ടീഷനിൽ പറയുന്നത് എന്താ, നമ്മൾ റിട്ടയർ ചെയ്യുന്നതിൻ്റെ 10 മാസം മുൻപ് വരെ എന്നുള്ളതല്ലേ. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നത് 1 ഫെബ്രുവരി ആണെങ്കിൽ നമ്മൾ 31 ജനുവരി വരെയുള്ളതാണ് എടുക്കുക അല്ലേ. മൊത്തം ആ 10 മാസത്തെ സാലറി എന്ന് പറയുമ്പോൾ 1 ഏപ്രിൽ നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഈ ജനുവരി 31 വരെയുള്ള ആ മാസങ്ങളാണ്. അപ്പോൾ അതിൽ 1 ജനുവരി തൊട്ട് 31 ജൂലൈ വരെ നമുക്ക് സാലറിയിൽ റിവിഷൻ വരുന്നില്ല. അപ്പോൾ 15,000 ഇൻറ്റു 4 ആണ് 60,000. പിന്നെ ബാക്കി 10 മാസത്തിൽ 6 മാസമാണ് അല്ലേ, അതായത് ജനുവരി 31 വരെ. അപ്പോൾ ഞാൻ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ജൂണിന്ന് ചിലപ്പോൾ തോന്നണ്ട, ജനുവരിയാണ് കേട്ടോ. JAN ആണ് 31. ആ 6 മന്ത്സ് എന്ന് പറയുമ്പോൾ 15,300 ഇൻറ്റു 6. 4 മാസത്തെ സാലറി 60,000ഉം 6 മാസത്തെ സാലറി 91,800ഉം. അങ്ങനെ റിട്ടയർമെൻറ്റിന് തൊട്ട് മുൻപുള്ള 10 മാസത്തെ സാലറി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,51,800 കിട്ടും. അടുത്ത് എന്താണ് പറയുന്നത്, ആവറേജ് 10 മന്ത്സ് ബിഫോർ ദ റിട്ടയർമെൻറ്റ് എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണാനായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 15,180 കിട്ടും. അപ്പോൾ അത് 1 മന്ത് സാലറിയാണ് ആക്ച്വലി ഈ പറയുന്നത്. അതായത് റിട്ടയർമെൻറ്റിന് തൊട്ട് മുൻപുള്ള 10 മാസത്തെ സാലറിയുടെ ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് 1 മന്ത് സാലറിയാണ്. അപ്പോൾ 15,180 കിട്ടും. 15,180 ആണ് നമ്മുടെ ബേസിക് സാലറി. ഇനി നമ്മൾ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് ലീവ് എൻകാഷ്മെൻറ്റ് കാണണം. നമ്മൾ HRIലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ബേസിക് സാലറിയുടെ കൂടെ DA ആസ് എ പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റും കമ്മീഷൻ ആസ് എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവറും ആഡ് ചെയ്യാം. സാലറിയുടെ 30% എന്ന് പറയുന്നുണ്ട്. സാലറി 15,180യുടെ 30% 4,554 കിട്ടും. അപ്പോൾ ഈ ബേസിക് സാലറി 15,180 4,554 കൂടെ ആഡ് ചെയ്യുമ്പോൾ 19,734. അതാണ് നമ്മുടെ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് ലീവ് എൻകാഷ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 4 കണ്ടീഷൻസ് ആണ്. അതിലൊന്ന് എന്ന് പറയുന്നത് എന്താണ്, 10 മാസത്തെ ആവറേജ് സാലറി ബിഫോർ ദ റിട്ടയർമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി സാലറി ഫോർ ദ പർപ്പസ് ഓഫ് ഇത് കിട്ടിയിട്ടുണ്ട്, ലീവ് സാലറി. അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 1,97,340 കിട്ടും. അതെന്താ പറയുന്നത്, നമുക്ക് സാലറി ഫോർ ദ എൻകാഷ്മെൻറ്റ് ഈസ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ എത്ര മാസത്തേക്കാണോ ലീവ് എടുക്കാത്തത് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ 25 വർഷമാണ് ഉള്ള സർവീസ് എന്ന് പറയുന്നത്. ഇതിൽ ഓൾറെഡി 17 മാസം എൻകാഷ് ചെയ്തിട്ടുണ്ട്, ലീവ് എൻകാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന മാസം എന്ന് പറയുന്നതാണ് ആളുടെ ക്രെഡിറ്റിലുള്ളത്. 8 മന്ത്സ് ആണ്. 25 - 17 8 കിട്ടും. അപ്പോൾ ഈ സാലറീനെ 19,734നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,57,872 കിട്ടും. ഓക്കെ, പിന്നെ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 3 ലക്ഷമാണ്. ക്യാഷ് ഏൺഡ് ക്യാഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓൾറെഡി ആൾ സ്വീകരിച്ചിട്ടുള്ളത് 1,85,000 ആണ്. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് 1,57,872 ആണ്. പിന്നെ ടാക്സബിൾ എമൗണ്ട് കാണാൻ നമുക്കറിയാം ആക്ച്വൽ എൻകാഷ്ഡ് എമൗണ്ടിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുക. ആക്ച്വൽ എൻകാഷ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 1,85,000 ആണ്. അതിൽ നിന്ന് ഈ എക്സംപ്റ്റഡ് 1,57,872 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 27,128 നമുക്ക് എന്ത് കിട്ടും, ടാക്സബിൾ ലീവ് സാലറി എമൗണ്ട് കിട്ടും. ഈ പ്രോബ്ലം നന്നായി ഒന്ന് ചെയ്ത് നോക്കുക. അതിനകത്ത് ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. മറ്റൊരു എക്സാമ്പിളാണ് ഇവിടെ. മിസ്റ്റർ വൈ എന്ന് പറഞ്ഞൊരു വ്യക്തി 20 വർഷത്തെ സർവീസിന് ശേഷം 31/10/2019 റിട്ടയർ ആവാണ്. 2019 എന്നുള്ളത് 20 ആക്കിക്കോളൂ കേട്ടോ, നമ്മുടെ പ്രീവിയസ് ഇയർ അങ്ങനെ ആക്കിയിട്ട്. 1,800 ഓൾറെഡി ലീവ് എൻകാഷ് ചെയ്തിട്ടുണ്ട്. 18 മന്ത്സ് ലീവാണ് ആൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത്. ബേസിക് സാലറി 5,000 പെർ മന്ത് എന്നും അതുപോലെ തന്നെ DA 3,000 പെർ മന്ത് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നുണ്ട്. കമ്മീഷൻ 500 പെർ മന്ത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആളുടെ ടാക്സബിൾ ലീവ് സാലറി അല്ലെങ്കിൽ ലീവ് എൻകാഷ്മെൻറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം.
ഞാൻ മുൻപ് ചെയ്ത പ്രോബ്ലത്തിലെ പോലെ ഇവിടെ സാലറിയുടെ റിവിഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ ത്രൂ ഔട്ട് ആ റിട്ടയർ ആവുന്നതിന് 10 മാസം മുൻപ് ഒരേ സാലറിയാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. അപ്പോൾ കാര്യമായ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. നമ്മളിവിടെ എക്സംപ്റ്റഡ് ലീവ് സാലറി കാണാനായിട്ട് നമുക്കറിയാം 4 കണ്ടീഷൻസ് ആണുള്ളത്. ലീവ് സാലറി റിസീവ്ഡ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 3 lakh, അതുപോലെ തന്നെ 10 months ആവറേജ് സാലറി ഫോർ ദ പ്രിസീഡിങ് 10 months ഫ്രം ദ റിട്ടയർമെൻറ്റ് ഡേറ്റ്, അതുപോലെ തന്നെ സാലറി ഓഫ് അൺഅവൈൽഡ് ലീവ്. ആ 2 കണ്ടീഷൻസിൻ്റെ എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് അറിയാം. ആക്ച്വൽ ലീവ് സാലറി റിസീവ്ഡ്, ആക്ച്വൽ ലീവ് സാലറി റിസീവ്ഡ് 48,000 ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ 4,800 എന്നാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ 48,000 എന്നാക്കാം കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 3 lakh എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 എണ്ണം കണ്ടുപിടിക്കേണ്ടത് ആ 10 months ആവറേജ് സാലറി, സാലറി ഓഫ് അൺഅവൈൽഡ് ലീവാണ് അല്ലേ. 10 months സാലറി കാണാനായിട്ട് നമുക്കറിയാം സാലറി ഫോർ ദ പർപ്പസ് ഓഫ് ലീവ് സാലറി കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 10 മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഈ മാസത്തെ സാലറി 5,000 ആണെന്ന് അറിയാം നമുക്ക്. 10 മാസത്തെ എന്ന് പറയുമ്പോൾ അതായത് റിട്ടയർമെൻറ്റിൻ്റെ തൊട്ട് 10 മാസത്തെ എന്നാണ് പറയുന്നത്. അപ്പോൾ 5,000 × 10 50,000 കിട്ടും. പ്രോബ്ലത്തിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് 6 4 മാസമായിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ആവറേജ് കാണുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 5,000 കിട്ടും. പിന്നെ ഒരു മാസത്തെ എന്ന് പറയുമ്പോൾ 10 മാസത്തെ എന്ന് പറയുമ്പോൾ വീണ്ടും 5,000 × 10 ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് 50,000 × 10 കിട്ടി. പിന്നെ DA നമ്മൾ പറയുന്നുണ്ട് 30,000 പെർ മന്ത് ആണ്. അതിൻ്റെ 60% ആണ് നമ്മൾ പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാലറി പ്ലസ് DA ആസ് എ പാർട്ട് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഇവിടെ എടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് DA 3,000 × 10 10 മാസത്തെ ഇൻറ്റു 60% 18,000 കിട്ടും. 10 months ആവറേജ് സാലറി എന്ന് പറയുന്നത് 68,000 നമുക്ക് കിട്ടും. ഇവിടെ പറയുന്നുണ്ട് 20 വർഷം ആണ് ആൾ സർവീസിലിരുന്നത്. അതിൽ ഓരോ വർഷവും മാസം ലീവ് ഉണ്ട്. അത് നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആളുടെ പീരീഡ് നോക്കുക, അതിൽ എത്ര ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ 18 months ആണ് ആകെ 20 മാസത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി 2 വർഷത്തെ എന്തുണ്ട്, ആൾക്ക് ലീവ് എൻക്യാഷ് ചെയ്യാം. അപ്പോൾ എൻക്യാഷ്ഡ് സാലറിയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള 68,000 ഡിവൈഡ് ബൈ 10, അപ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടും. ഇൻറ്റു 2 കാണുമ്പോൾ 13,600 നമുക്ക് കിട്ടും. ആവറേജ് സാലറി ഫോർ ദ എൻക്യാഷ്ഡ് ലീവ് ആ 10 ഡിവൈഡ് ചെയ്തത് 10 മാസത്തെ ആവറേജ് കാണാനാണ്. അപ്പോൾ 13,600 നമുക്ക് കിട്ടും. ഓക്കെ, എല്ലാ കാൽക്കുലേറ്റഡ് എമൗണ്ട്സും നമുക്ക് കിട്ടി. ഇനി ആ 4 കണ്ടീഷൻസ് എഴുതുക, അതിൽ ലീസ്റ്റ് എമൗണ്ട് എടുക്കുക. അപ്പോൾ ഓൾറെഡി നമുക്കത് ഈസി പർപ്പസസിന് വേണ്ടിയിട്ട് ലീവ് സാലറി റിസീവ്ഡ് മുകളിൽ എഴുതുക. എന്നിട്ട് ഈ 4 കണ്ടീഷൻസിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക. ആക്ച്വൽ ലീവ് സാലറി റിസീവ്ഡ് 48,000, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 3 lakh. ഓക്കെ, പിന്നെ 10 months സാലറി നമ്മൾ ഓൾറെഡി 68,000 കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സാലറി ഓഫ് അൺഅവൈൽഡ് ലീവ് ഫോർ ദ ആവറേജ് 10 months അത് 13,600 കിട്ടി. ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 13,600 ആണ്. അപ്പോൾ ആ 13,600 ആണ് നമ്മുടെ എക്സംപ്റ്റഡ് എമൗണ്ട്. അപ്പോൾ ആക്ച്വൽ സാലറി ലീവ് സാലറി 48,000 നിന്ന് ഈ 13,600 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സബിൾ ലീവ് സാലറി 34,400 കിട്ടും. പ്രോബ്ലം നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്, ഇത് നന്നായിട്ട് നോക്കുക എല്ലാവരും. ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. ലീവ് സാലറി എൻകാഷ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീവ് എടുക്കാതെ അതിന് തതുല്യമായ എമൗണ്ട് ക്യാഷായിട്ട് എംപ്ലോയറിൽ നിന്ന് മേടിക്കണതിനെയാണ് ലീവ് സാലറി എന്ന് പറയുക. സർവീസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ലീവ് സാലറി എൻകാഷ് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടയർ ആകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ലംസം എമൗണ്ട് ആയിട്ട് നമുക്ക് എൻകാഷ് ചെയ്യാം. സർവീസിൽ ഇരിക്കുമ്പോൾ ലീവ് സാലറി മേടിക്കുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ആഫ്റ്റർ റിട്ടയർമെൻ്റ് ആണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതർ എംപ്ലോയീസിന് 4 കണ്ടീഷനിലെ ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് എക്സംപ്റ്റ് ചെയ്യാം. ആക്ച്വൽ ലീവ് എൻകാഷ്മെൻറ്റ് എമൗണ്ട് റിസീവ്ഡ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റായ 3 lakh, അതുപോലെ തന്നെ 10 months ആവറേജ് സാലറി ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രിസീഡിങ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, അതുപോലെ തന്നെ ക്യാഷ് ഈക്വലൻ്റ് ഓഫ് ലീവ് ഡ്യൂ അറ്റ് ദ റേറ്റ് ഓഫ് ആവറേജ് സാലറി. സാലറി കണ്ടുപിടിച്ച് അതിൻ്റെ ആവറേജ് കണ്ടിട്ട് ഇൻറ്റു ക്രെഡിറ്റ് ഇല്ലാത്ത എൻകാഷ്മെൻറ്റ് ചെയ്യാത്ത ആ പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ടും കിട്ടും.
എക്സംപ്റ്റഡ് എമൗണ്ട് ആക്ച്വൽ ആൻഡ് ക്യാഷ്മെൻ്റ് എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്താൽ ടാക്സബിൾ ലീവ് സാലറി കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.